ത്തിലേക്കും എൻ്റെ മനസ്സുകളെ കൊണ്ടുപോകുവാനിടയായി തീർന്നു. ആ വിഷയം സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തെ ഉത്തേജിപ്പിച്ച ഒരു ദൈവവചനത്തിനകത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമ്മുടെ ചിന്തകൾ ലൂക്കോസ് സുവിശേഷത്തിനകത്തേക്ക് കൊണ്ടുവരാം. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 35 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. 35 മുതലുള്ള. അവൻ യെരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നു കൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ട് ഇതെന്ത് എന്ന് അവൻ ചോദിച്ചു. നസ്രയനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു. അപ്പോൾ അവൻ, യേശുവേ, ദാവീദപുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവനോ, ദാവീദപുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. യേശു നിന്നു അവനെ തന്റെ അടുക്കൽ കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ അടുക്കെ വന്നപ്പോൾ, ഞാൻ നിനക്ക് എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം എന്നവൻ പറഞ്ഞു. യേശു അവനോട്, കാഴ്ച പ്രാപിക്ക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു, ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു. ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു. ആമേൻ. ഈ സംഭവത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കാതെ തന്നെ നിങ്ങൾക്കറിയാം. ഒരുപാട് തവണ നിങ്ങളും ഞാനും വായിക്കുകയും ഒരുപാട് സന്ദേശങ്ങൾ കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരു വചനഭാഗമാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിനകത്ത് ഡോക്ടർ ലൂക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗം. ആമേൻ. ഇതിനകത്തേക്ക് ഒന്നിറങ്ങാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 18-ഉം 19-ഉം അധ്യായങ്ങൾ വായിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങൾ തുറന്നു വരുന്നത്: ഒന്ന്, ദാവീദിൻ്റെ സന്തതി; രണ്ട്, അബ്രഹാമിൻ്റെ സന്തതി. കണ്ണ് തെളിച്ച് നോക്കിയാൽ നമുക്ക് ഈ രണ്ട് പോർഷൻ കാണാൻ പറ്റും. സക്കായിയോടുള്ള ബന്ധത്തിൽ 19-ാം അധ്യായത്തിനകത്ത് ഇവനും അബ്രഹാമിൻ്റെ സന്തതി, അതുകൊണ്ട് ഈ വീടിന് ഇന്ന് രക്ഷ വന്നിരിക്കുന്നു എന്ന് യേശു പറയുന്നൊരു വാക്ക് കാണാൻ കഴിയുന്നു. അത് യേശു തന്നെ പറഞ്ഞ വാക്കാണെങ്കിൽ 18-ാം അധ്യായത്തിനകത്ത് യേശു ക്രിസ്തു ദാവീദിൻ്റെ സന്തതിയാണെന്നുള്ള വെളിപ്പാട് ഈ കുരുടനായ മനുഷ്യന് ലഭിക്കുകയാണ്. ആമേൻ. ഈ രണ്ട് വെളിപ്പാട് ഈ അധ്യായങ്ങൾക്കകത്ത് തുറക്കുമ്പോൾ യേശു ആരാണ് എന്നതിനെക്കുറിച്ച് യേശു വെളിപ്പെടുത്താനും ആഗ്രഹിക്കുന്നത് പോലെ ജനങ്ങൾക്ക് അത് വെളിപ്പെട്ട് കിട്ടാനും കർത്താവ് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ആമേൻ. പറഞ്ഞ് യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകളാണ് അവനെക്കുറിച്ചുള്ള ആഗ്രഹം നമ്മുടെ അകത്ത് വളർത്തുന്നത്. സന്തോഷമുള്ളവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ യേശു ക്രിസ്തു ജനിച്ചു, ജീവിച്ചു, വളർന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അവർ ചിലർ ഒരു ചരിത്ര പുരുഷനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. യേശുവിൻ്റെ അധ്യാപനങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ, യേശുക്രിസ്തു മൂലം വെളിപ്പെട്ട സ്നേഹത്തിൻ്റെ നിയമങ്ങൾ ലൈഫിനകത്തേക്ക് അഡോപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറായ ഒത്തിരി മത തത്വ സാമുദായ പരിഷ്കർത്താക്കൾ നമ്മുടെ സമൂഹത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അവരെക്കാളും നമ്മളെ അതിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തുന്നതിന് പിന്നിലെ കാരണം അവനൊരു ചരിത്ര പുരുഷൻ മാത്രമല്ല, മറിച്ച് ഹി ഈസ് എ റിയൽ ഗാഡ്. അവനാണ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള തികഞ്ഞ വെളിപ്പാട് നമ്മുടെ അകത്ത് കിട്ടിയതുകൊണ്ടാണ്. ഒരിക്കൽ പത്രോസ് ഈ വെളിപ്പെടുത്തലുകൾ യേശുക്രിസ്തുവിനോട് വെളിപ്പെടുത്തുമ്പോൾ 3 വാഗ്ദാനങ്ങൾ കൈമാറുകയാണ്. അന്നുവരെ അടഞ്ഞിരുന്ന വാഗ്ദാനങ്ങൾ, ദൈവരാജ്യത്തെക്കുറിച്ച്, ദൈവസഭയെക്കുറിച്ചും കെട്ടപ്പെട്ടു പോയ അന്തരീക്ഷങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ള ബന്ധത്തിൽ 3 വാഗ്ദാനങ്ങളെ യേശു കർത്താവ് കൈമാറുന്നുണ്ട്. ആമേൻ. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. ആമേൻ. നമ്മുടെ ആരാധന ഒരു വെളിപ്പാടാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന ഒരു വെളിപ്പാടാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ നടപ്പും ഇരിപ്പും യാത്രയും എഴുന്നേൽപ്പും ഒക്കെ ഒരു വെളിപ്പാടിൻ്റെ ഭാഗമാണ്. പൗലോസ് താൻ പറയുന്നു, ഞാനൊരു വെളിപ്പാടനുസരിച്ചാണ് ഞാൻ യെരൂശലേമിലേക്ക് പോയത്. ഹല്ലേലൂയ. പാരമ്പര്യത്തിൻ്റെ ചുവടുകളിലേക്ക് സഭ പോകുമെന്ന് ചിന്തിച്ചു തുടങ്ങുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായമൊക്കെ അത് കൃത്യതയോടെ വ്യക്തമാക്കുന്നുണ്ട്. പാരമ്പര്യത്തിൻ്റെ ചുവടുകൾ എന്താണ്? രക്ഷയ്ക്ക് ആത്യന്തികമായ കാരണം
അത് യഹൂദ മര്യാദകൾക്കകത്ത് അവർ ആചരിക്കുന്ന ന്യായപ്രമാണത്തിൻ്റെ സംഹിതയാണോ, ഹല്ലേലൂയ, പരിച്ഛേദനയാണോ, ആ കലണ്ടറുകൾക്കകത്ത് അവർ അനുസരിക്കുന്ന ഹല്ലേലൂയ ഉത്സവങ്ങളുടെ ചടങ്ങുകളാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഭാഗത്തിനകത്ത് ആ സഭയായിരിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു കൂട്ടം ജനം പരിശുദ്ധാത്മാവിലേക്ക് തിരിഞ്ഞു മറിയുന്നത്, ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് എത്തുന്നത് കണ്ട് മനസ്സിലാക്കിയിട്ടും എന്താണ് രക്ഷയ്ക്ക് ആത്യന്തികമായ കാരണമെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ആയിരിക്കുന്ന ജനത്തിന് മുമ്പിൽ പൗലോസ് കൃത്യതയോടെ ലേഖനത്തിലൂടെ വിരൽ ചൂണ്ടുകയാണ്. അതിങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത്: ഞാനൊരു വെളിപ്പാടനുസരിച്ചാണ് പോകുന്നത്. ഹല്ലേലൂയ. യഹൂദനോ ജാതിയോ എന്ന വ്യത്യാസമില്ലാതെ വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിലുള്ള വിശ്വാസം, അവരുടെ ഉള്ളിൽ കിട്ടുന്ന ദൈവത്തിൻ്റെ നീതി ക്രിസ്തുവേശുവിലൂടെ ദൈവജനത്തിന് വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സുവിശേഷത്തിൻ്റെ സാധ്യത ഇതിനകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഒരു രക്ഷയുടെ സാധ്യത അതിനകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഒരു പുതിയ ജനത്തിൻ്റെ കയറ്റം ഇതിനകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. തടയുന്ന നിയമങ്ങൾക്കപ്പുറത്തേക്ക് ഒരു സമൂഹത്തെയും കൂടെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് ഹല്ലേലൂയ പൗലോസിൻ്റെ ഉള്ളത്തിൽ ദൈവം കൊടുക്കുന്നു. ആരാണ് ഈ മനുഷ്യൻ? എൻ്റെ മെസ്സേജ് എല്ലാം തിരിയാണ്. ആരാണ് ഈ മനുഷ്യൻ? ഹല്ലേലൂയ. യഹൂദ മത അനുസാരി, ഹല്ലേലൂയ, പരീശന്റെ മകൻ, തികഞ്ഞ പരീശൻ, ന്യായപ്രമാണം അതിശക്തിയോടെ ഗമാലിയന്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ച തികഞ്ഞ പരീശൻ. ഹല്ലേലൂയ. കൂട്ടുകാർ പഠിച്ചെടുത്ത് നിൽക്കുമ്പോൾ പഠിച്ചത് ഹൃദയത്തിലേറ്റ് ഏറ്റിക്കൊണ്ട് അതിന് വിരോധമായി ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന സുവിശേഷത്തിനും സുവിശേഷ മാർഗത്തിനും വിരോധമായി അധികാരപത്രവും മേടിച്ചുകൊണ്ട് ഹല്ലേലൂയ എഴുന്നേറ്റ് വന്ന ഹല്ലേലൂയ സുവിശേഷകന്മാരെ നശിപ്പിക്കാൻ വേണ്ടി സഭയെ മുടിക്കേണ്ടതിന് അധികാരത്തോടെ ഇറങ്ങി തിരിച്ച ഒരു പരീശൻ. അവൻ്റെ ഉള്ളത്തിനകത്ത് ദൈവം ഒരാഗ്രഹം കൊടുക്കുകയാണ്, ദൈവം ഒരാശയം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ആശയം എന്താണ്? ഇല്ല, നീ പ്രാപിച്ച സുവിശേഷം അനുസരിച്ച്, നീ തിരിച്ചറിഞ്ഞ സത്യമനുസരിച്ച് ഹല്ലേലൂയ യഹൂദ ജനം മാത്രമല്ല സകല ഭാഷയിലേക്കും പിരിഞ്ഞുപോയ ജനവും ഈ സ്നേഹത്തിനകത്തേക്ക് ദൈവം ക്ഷണിക്കുന്നുണ്ട്. Come on. പരിധിയില്ലാതെ ദൈവസ്നേഹത്തിൻ്റെ വിടുതലുകളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ ജാതി മത ഭേദമന്യേ ജനത്തിൻ്റെ ആരവാരങ്ങൾ ഇതിനകത്ത് കാണുവാനിടയായി. സന്തോഷത്തോടെ ആവേശത്തോടെ ആത്മാവിൽ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഡിനോമിനേഷൻ്റെ കെട്ടുകളും ആത്മാവിൽ ബ്രേക്ക് ആകട്ടെ. എല്ലാ മതഭാണ്ഡങ്ങളുടെയും ഹല്ലേലൂയ ആശയങ്ങൾ കെട്ടുപോകട്ടെ. ഹല്ലേലൂയ. എല്ലാ പാരമ്പര്യത്തിൻ്റെ ചുവടുകളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ആത്മാവിൻ്റെ ശക്തിയോടെ സഭ ഒരുമിച്ച് ബ്രേക്ക് ചെയ്യുന്നു. എൻ്റെ കൂടെ എത്ര പേര് നിൽക്കും? മുണ്ടക്കയത്തിൻ്റെ ജനത്തിൻ്റെ വിടുതലിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ മതഭ്രാന്തിനെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ ഞാൻ ആത്മാവിൽ ക്യാൻസൽ ചെയ്യുകയാണ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കർത്താവിന് സ്തോത്രം ചെയ്തേ. വചനം തുറക്കുന്നത് എനിക്കറിയാം. എങ്ങനെയാണ് സമയം വണ്ടി കിട്ടിയില്ലെങ്കിൽ ഈ ആശയം പറയാതെ പോയാൽ എനിക്ക് മനസ്സിനൊരു സന്തോഷം തോന്നത്തില്ല. ഹല്ലേലൂയ. ഞാനൊരു വെളിപ്പാടനുസരിച്ചാണ് പോയത്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽ ഹല്ലേലൂയ ആരാധനയ്ക്കകത്തൊരു വെളിപ്പാടുണ്ട്? കൂടെ നിൽക്കുന്നവർ ആരാധിച്ചോന്നോ, കൂടെ നിൽക്കുന്നവർ പാടിയോ, വർഷിപ്പ് ചെയ്യാൻ, പാട്ടുപാടാൻ, ഓർഗൻ വായിക്കാൻ ആളുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഒരു മനുഷ്യനെ വനാന്തരത്തിൽ തപ്പി നോക്കിയാൽ തിരിച്ചറിയാം. അമ്മയും അപ്പനും ഉപേക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യൻ, അവൻ്റെ ജീവിതത്തിൽ അവന് ചേർത്ത് പിടിച്ച കർത്താവിൻ്റെ ഉള്ളം തിരിച്ചു എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ട് അവൻ്റെ കിന്നരം എടുത്ത് ഉപയോഗിക്കപ്പെടുമ്പോൾ പറന്നിറങ്ങുന്നൊരു ദൈവ സാന്നിധ്യം, ആരാധന ആ വനാന്തരത്തിനകത്ത് വെളിപ്പെടുവാനിടയായി തീർന്നു. നാം ഇന്ന് പാടി സന്തോഷിക്കുന്ന പല സങ്കടങ്ങളും സന്തോഷങ്ങളും സങ്കീർത്തനത്തിനകത്തൂടെ പുറത്തു വന്നത് ഒറ്റപ്പെടലിൻ്റെ നിലവിൽ താൻ ആത്മാവിൽ പാടാൻ തുടങ്ങിയതിൻ്റെ ഭാഗമാണ്.
അങ്ങനെ പാടിത്തുടങ്ങിയവന്റെ കാലിനെ വനാന്തരത്തിന്റെ കാട്ടിനകത്ത് നിന്ന് രാജാവിന്റെ കൊട്ടാരത്തിനകത്തേക്ക് ഓടിച്ചു കയറ്റിയ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. Come on. ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നവർ സന്തോഷത്തോടെ ആരാധിച്ചോ. നിന്റെ നിലവാരം നിന്റെ വെളിപ്പാടുള്ള ആരാധനയിൽ മാറിപ്പോകും. നിന്റെ പരിധികളൊന്നും അല്ലെങ്കിൽ പ്രശ്നമല്ല. ആരാധിക്കുന്നവന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് അവന്റെ പരിധിയല്ല, മറിച്ച് അവൻ ആരാധിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ഗോലിയാത്തിന്റെ മുമ്പിൽ ഒരു ചെറിയ കല്ലുമായിട്ട് വരുമ്പോൾ ഒരു വടിയോടെ എൻ്റെ മുമ്പിൽ വരുന്ന ഒരു ചെറുക്കൻ, ഒരു നായയെ തല്ലുന്നവൻ, നായയെ ഓടിക്കാൻ വരുന്ന ലാഘവത്തോടെ ഹല്ലേലൂയ ആ ഗോലിയാത്തിന്റെ നേരെ ചെല്ലുമ്പോൾ ഗോലിയാത്തിന്റെ മനോഭാവങ്ങൾക്കറിയാത്ത തിരിച്ചറിവ് ദാവീദിന്റെ ഉള്ളത്തിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. താൻ പറയുന്ന ഒരു വാക്ക് ഞാൻ ആത്മാവിൽ വചനത്തിൽ നിന്ന് നിങ്ങളോട് കോട്ട് ചെയ്യട്ടെ. ഞാൻ വരുന്നത് എൻ്റെ നാമത്തിലോ ഇസ്രയേലിന്റെ രാജാവിന്റെ നാമത്തിലോ അല്ല. ഞാൻ വരുന്നത് ഹല്ലേലൂയ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ. ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും എന്ന വചനം ഞാൻ ആത്മാവിൽ ഓർക്കുന്നു. ഞാൻ മതിലിന് കീഴെ പടർന്ന് പന്തലിക്കും എന്ന വാഗ്ദത്തം ഞാൻ ഓർക്കുന്നു. പരിധികളുടെ മേൽ, പ്രതിസന്ധികളുടെ മേൽ തളരാത്തവനാണ് ദൈവത്തിൽ ഉള്ളവനെന്ന് തിരിച്ചറിയുന്നവർ കർത്താവിനെ ആരാധിക്കട്ടെ. ഈ പകർ ഹല്ലേലൂയ, ഹല്ലേലൂയ. എരിഹോവിന്റെ പടിവീതി, ഹല്ലേലൂയ, ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. പരിമിതികൾ നോക്കിയാൽ കൂടെ നിൽക്കുന്നവരെക്കാൾ പരിമിതിയുള്ളവനാണ്. വരുന്നത് ആരാണെന്നോ കേൾക്കുന്ന ശബ്ദം എന്താണെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കുരുടൻ. ഹല്ലേലൂയ. അവന്റെ അകത്ത് ഉണ്ടായ ഒരു ചോദ്യം, എന്താണ് ഈ ശബ്ദം, എന്താണ് ഈ ശബ്ദം? ശബ്ദത്തിന്റെ കാരണം എന്താ? യെരൂശലേമിൽ നിന്ന് യേശുവും തൻ്റെ ശിഷ്യന്മാരും എരിഹോവിലേക്ക് പോകുന്നു. ഒരു വാക്ക് എരിഹോവിനെയും യെരൂശലേമിനെയും പറ്റി പറയാതെ പോയാൽ ശരിയാകത്തില്ല. യെരൂശലേം ഉയർന്ന ഒരു പർവ്വതത്തിന്റെ മേളിലാണ്. ഹല്ലേലൂയ. എരിഹോവ് താഴെയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ ഏകദേശം 750 ഹല്ലേലൂയ അടി ഉയരത്തിലാണ് സമുദ്രനിരപ്പിൽ നിന്ന് യെരൂശലേം നിൽക്കുന്നത്. 250 ഹല്ലേലൂയ അടി താഴ്ച, സമുദ്രത്തിൽ നിന്ന് താഴ്ചയിലാണ് ഹല്ലേലൂയ എരിഹോം നിൽക്കുന്നത്. ഹല്ലേലൂയ. യെരൂശലേം ആത്മീയ ഉയർച്ചയുടെ ഉന്നമതിയാണ് കാണിക്കുന്നതെങ്കിൽ എരിഹോവ് ഹല്ലേലൂയ ആത്മീയത്തിൽ നിന്നുള്ള പിന്മാറ്റമാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. യേശു കർത്താവ് യെരൂശലേമിലേക്ക് പോയെന്നല്ല കാണുന്നത്, പിന്മാറ്റത്തിൽ പോയവരെ ചിലരെ പിടിക്കാൻ വേണ്ടി എരിഹോവിലേക്ക് ഇറങ്ങിയെന്നാണ് പറയുന്നത്. എത്ര പേര് ഹൃദയത്തിൽ ആത്മാവിൽ മനസ്സിലാകുന്നവർ എത്ര പേരുണ്ട്? അവൻ കാണാതെ പോയവനെ തേടി വന്നവനാണ്. ഒന്നുകൂടെ ഞാൻ ഈ വെളിപ്പാടിനെ ഉയർത്തിക്കൊണ്ടുവരാം. അവൻ താണ ഭൂമിയിലേക്ക് ഉയരത്തിലെ മഹിമ വെടിഞ്ഞിട്ട് ഇറങ്ങി വന്നവനാണ്. ഹല്ലേലൂയ. എന്തിനാ ഇറങ്ങി വന്നതിന് പിന്നിൽ ഒരേ ഒരു വെളിപ്പെടുത്തലുണ്ട്. ഞാൻ വന്നത് കള്ളൻ നശിപ്പിച്ച ചിലതിനെ ആത്മാവിൽ തേടിപ്പിടിക്കാൻ വേണ്ടിയാണ്. ആത്മാവിൽ സഭ ഈ ദൂതിനെ സ്വീകരിക്കുന്നുവെങ്കിൽ ഇത് നിങ്ങളോടല്ല, നിങ്ങളിലൂടെയാണ്. ഒന്നുകൂടി പറയുന്നു, ഇത് നിങ്ങളോടല്ല, നിങ്ങളിലൂടെയാണ്. ഈ പട്ടണത്തിനകത്ത് കള്ളൻ ചവിച്ചരച്ച ചിലതിനെ ആത്മാവിൽ പിടിക്കാൻ യേശു നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ പോകുന്നത് കൊണ്ടാണ് ഈ സന്ദേശം നിങ്ങളുടെ അകത്ത് വീഴുന്നത്. കരമൊന്ന് തട്ടി കർത്താവിന് സന്തോഷം കൈമാറുമെങ്കിൽ അത് ആത്മാവിൽ സന്തോഷമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തകർന്നു പോയ ഒരുപാട് കുടുംബങ്ങൾ ഈ പട്ടണത്തിനകത്തുണ്ടെന്ന്, ഹല്ലേലൂയ, ആത്മഹത്യയുടെ വാക്കിൽ നിൽക്കുന്ന ചില വ്യക്തികൾ ഈ പട്ടണത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. എങ്ങോട്ടാണ് തിരിയണമെന്നറിയാതെ നെട്ടും തിരിഞ്ഞു നിൽക്കുന്ന ഒരുപാട് വ്യക്തികളെ ആത്മാവ് ഇന്ന് പകൽ വചന വെളിപ്പാടിന് എന്നെ കാണിക്കുന്നു. ആരുണ്ട് അയക്കപ്പെടുവാൻ? ദൈവം അയക്കാൻ തയ്യാറായി ഈ പകലും നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സുവിശേഷത്തിന്റെ ഹല്ലേലൂയ കത്തി തീ കത്തട്ടെ ആത്മാവിൽ. ഹല്ലേലൂയ. നിന്റെ വ്യക്തിപരമായ ജീവിതം സുവിശേഷത്തിന് വേദിയാവുമെങ്കിൽ ഹല്ലേലൂയ ഒരുപാട് വ്യക്തികൾ ആത്മാവിനാൽ പിടിക്കപ്പെടാൻ പോവുകയാണ്.
എല്ലാ എരിഹോവിൻ്റെ മനോഭാവങ്ങളെ ഞാൻ ശാസിക്കുന്നു. എരിഹോവ് ഒരു പിന്മാറ്റമാണ്. എരിഹോവ് കള്ളന്മാരെ കൊണ്ട് നിറഞ്ഞവനാണ്. ശമരിയക്കാരനെ ആക്രമിച്ച സ്ഥലമാണ്. എരിഹോവ് പല പ്രശ്നങ്ങളെയും സ്ഥലമാണ്. പക്ഷേ എരിഹോവ് പ്രശ്നങ്ങളുടെ സ്ഥലമാണെന്ന് പറഞ്ഞ് യേശു വരാതിരിക്കത്തില്ല. അവൻ വന്നേ പറ്റുകയുള്ളൂ. അവൻ വന്നെങ്കിൽ എരിഹോവിൽ ഒരു മാറ്റം സുനിശ്ചിതമാണ്. പട്ടണങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഉണർവുകൾ സംഭവിക്കാൻ പോകുക. യെരൂശലേമിൽ തുടങ്ങിയത് യെരൂശലേമിൽ നിർത്താതെ വണ്ണം അടുത്ത പട്ടണങ്ങൾക്കകത്തേക്ക് വ്യാപരിച്ചിറങ്ങിയതുപോലെ കമോൺ, ഈ പകല് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. യെരൂശലേമിൽ മാത്രമല്ല, യഹൂദിയിലും ശമരിയയിലും പടർന്നു പന്തലിച്ച ഉണർവ് യെരിഹോവിലേക്ക് ഇറങ്ങുന്നു. എന്നെ ആത്മാവ് കാണിക്കുന്ന ഒരു വചന വെളിപ്പാടിലെ ദൂത്, ചില കള്ളന്മാരെ ദൈവം പിടിക്കാൻ പോവുകയാണ്. ഇന്ന് ഇവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ രൂപൻ പ്രവചിച്ച ഒരു ആത്മശബ്ദത്തെ എൻ്റെ ഹൃദയത്തിനകത്തേക്ക് ദൈവാത്മാവ് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ഈ മാസം സംതിങ് വലിയത് സംഭവിക്കാൻ പോവുകയാണ്. എന്നോടൊപ്പം ഈ ദൂതിനെ ഉൾക്കൊള്ളുന്നവർ പറ, ഇന്ന് വരെ സംഭവിക്കാത്ത ചില തിരിവുകൾ സഭയുടെ മേലും ദേശത്തിൻ്റെ മേലും സംഭവിക്കുന്നതിന് ഈ ദൂത് കാരണമാകട്ടെ. സമൂഹം തട്ടി മാറ്റിയ ഉപേക്ഷിച്ച ചിലതിനെ സുവിശേഷത്തിന് പിടിക്കാൻ കഴിയുമെന്ന്, സമൂഹത്തിന് കൊള്ളത്തില്ലാത്തതിന് ചിലതിനെ യേശുവിന് വേണമെന്ന്, അവരെ കൊണ്ട് ചില തിരുത്തലുകൾ ഈ പട്ടണങ്ങൾക്കകത്തിടാൻ എൻ്റെ ആത്മാവിന് കഴിയുമെന്ന് യേശു പറയുന്നു. പുതിയ നിയമത്തിനകത്ത് പുറകോട്ട് സഞ്ചരിക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായം തുറക്കുമ്പോൾ കാണുന്നത് ഇവൻ പ്രയോജനമില്ലാത്തവനെന്ന് ചിന്തിക്കുന്ന നിലവാരത്തിൽ ഹല്ലേലൂയ ആ അന്തരീക്ഷം കിടക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനമായി അവതരിപ്പിക്കുന്ന ഒരു ആശയം, ആ ആശയം ഇങ്ങനെയാണ് തുറക്കപ്പെടുന്നത്. താൻ കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ അവിടെ വെച്ച് കണ്ടൊരു മനുഷ്യനെ സുവിശേഷത്തിലേക്ക് വഴിതിരിച്ചു വിട്ടു. ഹല്ലേലൂയ. തൻ്റെ യജമാനൻ ലെറ്റർ എഴുതിക്കൊണ്ട്, ഫിലോമോന് ലെറ്റർ എഴുതിക്കൊണ്ട് പറയുകയാണ്, ഞാൻ ഇവനെ നിനക്ക് തിരികെ നൽകുകയാണ്. നിന്റെ വീട്ടിൽ അവൻ പ്രയോജനമില്ലാത്തവനായിരുന്നു, പക്ഷേ അവൻ ഈ കാരാഗൃഹത്തിൽ വെച്ച് നശിക്കപ്പെടാൻ വന്നവനല്ല, മറിച്ച് ഇവിടെ വെച്ച് അവൻ യേശുവിനെ കണ്ടുമുട്ടി. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ചിലത് പട്ടണങ്ങൾക്കകത്ത് തിരിയാൻ പോകുക. സമൂഹം വേണ്ടെന്ന് വെച്ച ചിലത് ക്രിസ്തുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. എന്നോട് ആത്മാവ് പരിശുദ്ധാത്മ പറയും, ആരെങ്കിലും റിജക്റ്റ് ചെയ്തോ, ആരെങ്കിലും മാറ്റി നിർത്തിയോ, എന്താ ഇങ്ങനെ കയറി വരുന്നെന്ന് എനിക്കറിയില്ല, എൻ്റെ ഹൃദയം ആ വെമ്പൽ കൊള്ളുന്നു. ആരെങ്കിലും മാറ്റി നിർത്തിയോ, ആരെങ്കിലും ഒന്ന് ഒതുക്കി, ഒരു സ്നേഹത്തിൻ്റെ ഒരു കുറവ് നിന്റെ മേൽ സംഭവിച്ചോ? നോ, അത് യേശു തൻ്റെ മുമ്പിൽ എന്തോ പുതുതൊന്ന് ചെയ്യാനായിട്ടാണ് എന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. കഴിഞ്ഞ മാസങ്ങളിൽ ആവർത്തിക്കപ്പെട്ടൊരു ദൂതാണ്. ഞാൻ എൻ്റെ ഹല്ലേലൂയ ഇവർ കട്ട് ചെയ്തിടുന്ന വീഡിയോ ക്ലിപ്പുകൾ വീണ്ടും വീണ്ടും മാറി മാറി കാണുമ്പോൾ ഈ ആശയം എൻ്റെ അകത്ത് വീണ്ടും തള്ളി വരുന്നു. ഹല്ലേലൂയ. ഒറ്റപ്പെടൽ ഒന്നും നശിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഒരു റീബിൽഡിങ്ങിൻ്റെ ടൈമുകളാണ്. പരാജയങ്ങൾ, ആത്മീയന്റെ പരാജയങ്ങൾ, ആത്മാവിനെ അനുവദിക്കുന്നവൻ്റെ പരാജയങ്ങൾ ഹല്ലേലൂയ ലോകത്തിന് ചിന്തിക്കാൻ പറ്റാത്ത ദൈവപ്രവർത്തിക്ക് കാരണമായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുന്നത്, പ്രാർത്ഥിക്കുന്നവനെ ആരാധിക്കുന്നവൻ പരാജയത്തിലേക്ക് പോകത്തില്ല. എവിടെയെങ്കിലുമൊക്കെ തള്ളിക്കളഞ്ഞെടുത്ത് കടക്കത്തില്ല, മറിച്ച് അവൻ അവിടെ നിന്ന് പൊങ്ങി വരുന്നത് ഒരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? അവനൊരു ദൈവമുണ്ട്.
ഹല്ലേലൂയ. കൂടെ നിർത്തേണ്ടവർ, കൂടെ നടക്കേണ്ടവർ, കൊഞ്ചിക്കേണ്ടവർ, ഹല്ലേലൂയ, ഒക്കത്ത് വെക്കേണ്ടവർ, ഹല്ലേലൂയ. അപ്പം പിടിച്ചു മേടിച്ചിട്ട്, ആഹാരം പിടിച്ചു മേടിച്ച് അടുത്ത പൊട്ടക്കിണറിനകത്തേക്ക്, ഹല്ലേലൂയ, സഹോദരനെ, കുഞ്ഞു സഹോദരനെ വലിച്ചെറിഞ്ഞ് കളയുമ്പോൾ, ഹല്ലേലൂയ, തീർന്നെന്ന് വിചാരിക്കരുത്. മിസ്രൈമിന്റെ ഉയർച്ചയ്ക്കകത്തേക്ക്, ഹല്ലേലൂയ, ആ ജനം നോക്കുമ്പോൾ ദൈവം അവനെ അവിടെ പ്രതിഷ്ഠിക്കുകയാണ്. എങ്ങനെ പൊട്ടക്കിണറിനകത്ത് നിന്ന്, ഹല്ലേലൂയ, മിസ്രൈമിലെ മന്ത്രിപദത്തിനകത്തേക്ക് യോസഫ് ഓടിക്കയറുന്നത്? യോസഫിന് കൃത്യം അറിയാം, എനിക്കൊരു സ്വപ്നമുണ്ട്, ആ സ്വപ്നത്തെ അവതരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. സഭ കയറി വരാ, സ്വപ്നമുള്ളവര്, ദർശനമുള്ളവര്, ഹല്ലേലൂയ, വാഗ്ദാനങ്ങളുള്ളവര്, വാഗ്ദത്തമുള്ളവര് ഈ ദൂതിന് മുമ്പിൽ മിണ്ടാതിരിക്കരുത്. മറിച്ച് ആത്മാവിൽ പ്രതികരിച്ചോണം. തകരത്തില്ല, തകർന്ന് തരിപ്പണമായെന്നും നീ ഒരു കുഴിക്കകത്ത് ഒതുങ്ങിയെന്ന് ചിന്തിച്ചാലും ദൈവം പറയുന്നു, അവൻ നിന്നെ പൊക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കർത്താവ് വാക്ക് പറഞ്ഞത് അവൻ വെറുതെ പറഞ്ഞിട്ട് പോയതല്ല? എന്റെ സമയമെല്ലാം പോയി. ഹല്ലേലൂയ. ഓടിക്കറട്ടെ. മനുഷ്യൻ അവൻ വെളിപ്പാടുള്ളവനാണ്. അവൻ എരിഹോവിന്റെ വക്കിലിരിക്കുകയാണ്. ആരോ പറയുന്നു, എന്തോ കേൾക്കുന്ന ശബ്ദത്തിന് മുമ്പിൽ ആരാണ്, എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി അറിയാണ്, അത് യേശുവാണ് വരുന്നത്. ആമേൻ, ആമേൻ, യേശുവാണ് വരുന്നത്. നിന്ന നിപ്പിൽ അടുത്ത ഒന്ന് ചിന്തിക്കാതെ ഈ മനുഷ്യൻ നിലവിളിച്ച നിലവിളി, ഒച്ചത്തിൽ നിലവിളിച്ച വിളി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ദാവീദ് പുത്ര എന്നോട് പറഞ്ഞ്, നിങ്ങൾ ആത്മാവിൽ ഹല്ലേലൂയ, ദാവീദ് പുത്ര എന്നോട്, രണ്ട് വാക്കുണ്ട്, യേശുവേ ദാവീദ് പുത്ര എന്നോട്. അവൻ ചോദിച്ചവർ പറഞ്ഞത് യേശു വന്നു മാത്രമാണ്. പക്ഷേ എക്സ്ട്രാ ഒരു വേർഡ് കൂട്ടിച്ചേർക്കുകയാണ്, അത് ദാവീദിന്റെ പുത്രനാണെന്നാണ്. ഹല്ലേലൂയ. ആ കൂട്ടത്തിൽ ഇവൻ അന്ധനാണ്, ബാക്കി എല്ലാവർക്കും കണ്ണ് കാണാം. കണ്ണ് കാണാവുന്നവരുടെ മുമ്പിൽ യേശു, ഹല്ലേലൂയ, മാത്രമായി തീരുമ്പോൾ ഈ മനുഷ്യന് കൃത്യമായി പറയുന്നു അവൻ ആരാണെന്നുള്ള ബോധ്യത്തിൽ നിന്ന് സംസാരിക്കുന്നത്. അവൻ പറയാണ്, ഇവൻ ദാവീദിന്റെ പുത്രനാണ്. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ദ സൺ ഓഫ് ഡേവിഡ് എന്ന, ഹല്ലേലൂയ, വിഷയമാണ്. എങ്കിലും ഞാൻ ആ വിഷയം തുറക്കാതെ ഈ ഒരു മിറക്കിളിൽ, ഈ ഒരു അത്ഭുതത്തിനകത്ത് നിന്ന് സംസാരിക്കാനുള്ള സമയമുള്ളൂ. ആ വിഷയം ഞാൻ അവിടെ തുടങ്ങാൻ താല്പര്യപ്പെടുകയാണ്. ഇവൻ ദാവീദിന്റെ പുത്രനാണ്. ഈ രണ്ട് ഭാഗം 18, 19 അബ്രഹാമിന്റെ പുത്രനും ദാവീദിന്റെ പുത്രനും, ഇത് രണ്ടെടുത്ത് വെച്ചിട്ട് ഒരു ഭാഗം പറയണമെന്ന് വെച്ചാൽ വന്നത്. ഈ ആശയങ്ങളോട് വെളിപ്പാടില്ലാതെ ഈ ആശയങ്ങൾ നിന്ന്, പക്ഷെ അതിനുള്ള സമയത്തിലേക്ക് നമ്മൾ എത്തത്തില്ല. ഞാൻ ഈ ഒരു ഭാഗം മാത്രം പറഞ്ഞു പോകാൻ താല്പര്യപ്പെടുകയാണ്. യേശു കർത്താവ് ദാവീദിന്റെ പുത്രനാണെന്ന് ഈ കുരുടൻ എങ്ങനെ മനസ്സിലായി? ആരാണ് ദാവീദ്? ദാവീദ് ആരാണ്? ദാവീദിനെ ആ കാലം അവർക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നത് ഇശിയായുടെ മകനാണെന്നോ, വനാന്തരങ്ങളിൽ പോയി സങ്കീർത്തനങ്ങൾ എഴുതിയ ഞങ്ങളുടെ സങ്കീർത്തനക്കാരനാണെന്നോ ഒന്നും അല്ല അവിടെ ഉള്ളവർക്കൊക്കെ വിശദീകരിക്കാം. പ്രത്യേകിച്ച് ഈ കോണ്ടസ്റ്റിൻ്റെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒറ്റ വാക്കേ ഉള്ളൂ, ഹീ ഈസ് കിങ് ഓഫ് ഇസ്രായേൽ. അവൻ ഇസ്രായേലിൻ്റെ രാജാവാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് അറിയാം ആ ഭാഗം? എത്ര പേർക്കറിയാം? അവൻ ഒരു ആട്ടിടയനല്ല, അവനൊരു സങ്കീർത്തനക്കാരനല്ല, അവൻ ഇശിയായുടെ പുത്രൻ മാത്രമല്ല, ഹീസ് എ പ്രോഫറ്റ്. എല്ലാ ദൂതുകളും അവൻ്റെ മേൽ വരുന്നുണ്ട്. പക്ഷേ ഈ ദൂതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം ഓടുന്നത് അവൻ ഇസ്രായേലിൻ്റെ രാജാവാണ്. അങ്ങനെയാണെങ്കിൽ ഈ പടിവീതിയിലൂടെ നടന്നു വരുന്നവൻ, ഹല്ലേലൂയ, ദാവീദിന്റെ പുത്രനാണെങ്കിൽ അവന് ഓരോ ഒരു പോയിന്റേ ഉള്ളു, ഓരോ ഒരു ഭാഗമേ ചേർന്നത്തുള്ളു. ഹല്ലേലൂയ. അവൻ ദാവീദിന്റെ പുത്രനായ രാജാവാണ് വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇനിയുള്ള ഭാഗങ്ങളൊന്ന് നന്നായി നോക്കണം. ബാക്കി എല്ലാം എടുത്ത് മാറ്റി വെച്ച് കണ്ണ് തുറന്ന് കാണാം. ഒരു രാജാവ് തൻ്റെ പ്രജയോട് സംസാരിക്കുന്ന അതേ ഭാവത്തിലാണ് യേശുവും ഈ കുരുടനും സംസാരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? എൻ്റെ മെസ്സേജിനകത്തേക്ക് എത്ര പേര് കയറുന്നുണ്ട്? ഈ ആശയത്തിനകത്തേക്ക് എത്ര പേര് കയറി വന്നാൽ ചില ദൂതുകൾ നിങ്ങളുടെ തലയിൽ വന്ന് വീഴും. ഹല്ലേലൂയ. ആ പോഷൻ സംസാരിക്കുമ്പോൾ ഇവൻ വിളിച്ച വിളിയുടെ രൂപത്തിലേക്ക് യേശു രൂപഭാവം മാറി തിരിച്ചു കയറുക. കമോൺ, ഇന്ന് പകൽ എത്ര പേര്
കേറിവാ. ഹല്ലേലൂയ. ഇവൻ വിളിച്ച വിളി, ഇവൻ ദാവീദിന്റെ പുത്രനായ ക്രിസ്തു, അല്ലെങ്കിൽ യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമെന്നാ. ഹല്ലേലൂയ. ആ വിളിച്ച വിളി അവിടെ നിന്ന് ആർക്കും മനസ്സിലായില്ല. പക്ഷെ വിളി കേട്ടവൻ തിരിച്ച് പ്രതികരിക്കുന്നത് അതേ ഭാവത്തോടു കൂടിയാ. ഹല്ലേലൂയ. ഇതാ പറഞ്ഞ, ഒരു വെളിപ്പാടുണ്ടെങ്കിൽ അവിടെ ദൈവപ്രവൃത്തി വേഗത്തിലായിരിക്കും. നീ ആരാധനയ്ക്കകത്ത് വരുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും ജീവിതത്തിൻ്റെ എത്ര കാഠിന്യമുള്ള സാഹചര്യത്തിലാണെങ്കിലും, ഒരു പ്രശ്നത്തിനകത്താണെങ്കിലും പ്രതികൂലത്തിനകത്താണെങ്കിലും വീണ് പോകാതെ ഇരിക്കുന്നതിൻ്റെ പിന്നിൽ കാരണം നീ അറിയാതെ ക്രിസ്തുവിനെ കുറിച്ചൊരു വെളിപ്പാട് നിന്റെ അകത്ത് മറ്റുള്ളവരെക്കാൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം ഒരു കുഞ്ഞ് ഒരു സ്വപ്നം കണ്ട് എന്ന് വെച്ച് വിളിച്ചപ്പം ഞാൻ പറഞ്ഞു, പാമ്പ് കയറി കൊത്തുന്നതാണ് കണ്ടത്. പാമ്പ് കയറി. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു കുഞ്ഞ് ബൈബിള് വായിക്കണം, ഇഷ്ടം പോലെ നല്ല വെളിപ്പാട് കിട്ടും. എന്തിനാണ് ആവശ്യമില്ലാതെ പാമ്പിനെയൊക്കെ മെനക്കെടുത്തുന്നത്? ആദ്യത്തെ ദിവസം കണ്ടു പാമ്പ് കയറി അടുത്ത് വന്ന് കിടക്കുന്നത്, രണ്ടാമത്തെ ദിവസം പാമ്പ് കയറി മൂക്കിനിട്ട് കൊത്തുന്നത്. ഹല്ലേലൂയ. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ കണ്ടിട്ട് മര്യാദയ്ക്കിരിക്കരുത്. കൊത്തിയിട്ട് എഴുന്നേറ്റ് ബോധം എപ്പോഴാണ് വരുന്നത് അപ്പോഴേ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ചോണം. ആമേൻ. ഒരു വിറവലിനോ ഞെട്ടലിനോ ഒന്നിനും കാരണമാകാത്ത രീതിയിൽ ആ അന്തരീക്ഷം പൂർണ്ണമായി പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇട്ട് കൊടുക്കണം. ആമേൻ. ഹല്ലേലൂയ. സങ്കീർത്തന ഹല്ലേലൂയ. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ തൻ്റെ പുസ്തകത്തിനകത്ത് എഴുതി, കഷ്ടതയുടെ ആധിക്യം കൊണ്ടാണ് സ്വപ്നം ഉണ്ടാകുന്നത്, അല്ലേ? ഹല്ലേലൂയ. മനസ്സിനകത്തേക്ക് കഷ്ടതകൾ ആധിക്യം കയറാൻ നേരത്ത് ആ ചിന്താഭാരത്തിനകത്ത് നിന്ന് ഹല്ലേലൂയ നമ്മുടെ ഉപബോധ മനസ്സ് തപ്പിയെടുക്കുന്ന ചില സംഭവങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ചില സ്വപ്നങ്ങൾ അകത്തേക്ക് ഇട്ടുതരും. കഴിഞ്ഞു പോയ ജീവിതത്തിൻ്റെ സംഭവങ്ങളെല്ലാം വിലയിരുത്തി എന്താണ് ആ കഷ്ടതയുടെ സ്വപ്നങ്ങൾ ഇടുന്നത്? ദൈവത്തിന് നിന്നെ പുതിയൊരു ലൈഫിനകത്തേക്ക് കൊണ്ടുപോകണം താല്പര്യമുണ്ട്. പക്ഷേ നിൻ്റെ മനസ്സ് രൂപാന്തരപ്പെടാൻ സമ്മതിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ചിന്തകളെ കുഴപ്പുമ്പോൾ തിരിച്ചറിയണം. അതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ആത്മാവിശ്വാസിച്ച് പുറന്തള്ളിയിട്ട് വചനം എടുത്തു വെച്ച് വായിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെക്കുറിച്ചുള്ളതെല്ലാം തുറന്നു വരും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പറഞ്ഞ നിമിഷം ആദ്യത്തെ 2 പ്രാവശ്യം പറഞ്ഞു, വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഹല്ലേലൂയ എന്നോട് കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ എന്ത് കണ്ടാലും ദൈവവചനത്തിൻ്റെ രീതിയിൽ അതിനോട് പ്രതികരിക്കും. ആമേൻ. എന്തിനാ ഇവിടെ പറഞ്ഞതെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. ഏതെങ്കിലും പാമ്പ് കടിക്കാൻ വന്നെന്ന് പറഞ്ഞ് സഭയിൽ എഴുതിയിട്ട് സാക്ഷ്യം പറയാൻ ഇങ്ങോട്ട് ആരും വന്നേക്കരുത്. ഞാൻ സമയം അനുവദിക്കുന്നതല്ല, മറിച്ച് ഹല്ലേലൂയ അതിനെ ശാസിച്ചിട്ട് വന്ന് അതിനെ ചവിട്ടിയിട്ട് വരാമെങ്കിൽ അടുത്ത ദിവസം അടുത്ത വെളിപ്പാടോടെയുള്ള ദൈവപ്രവൃത്തിയും കാണാൻ പറ്റും. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു വിട്ട് ചില സംഭവങ്ങളുണ്ട്. ചിലരുടെ പാട്ടിനകത്ത് മൊത്തം കഷ്ടതയേ ഉള്ളൂ, ചിലരുടെ പാട്ടിനകത്ത് മൊത്തം പരാധീനതകളേ ഉള്ളൂ, ചിലരുടെ പാട്ടും ജീവിതം മൊത്തം ഇതാണ്. ഹല്ലേലൂയ. ആയിക്കോട്ടെ, പക്ഷേ അതിനകത്ത് നടത്തുന്ന ദൈവത്തെ കണ്ടെത്താൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് വെളിപ്പാട് ഉയർന്നു വരണം. ദൈവം ഒരിക്കലും കഷ്ടത വെളിപ്പെടുത്താൻ, തെറ്റിദ്ധരിക്കപ്പെടരുത്, കഷ്ടത വെളിപ്പെടുത്താൻ ബൈബിൾ എഴുതിയിട്ടില്ല. സാരമില്ല എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തിയവനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആമേൻ. ഞാൻ ഓടി വരട്ടെ. ഹല്ലേലൂയ. ഈ വ്യക്തി പറയാണ്, ഇവൻ ദാവീദിന്റെ പുത്രനാണ്. നിങ്ങൾ ആ ഭാഗം വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കണം. യേശു പിന്നെ ചോദിക്കുന്നത് ഇസ്രയേലിന്റെ രാജാവ് എന്ന രീതിയിലാണ് അവനോട് സംസാരിക്കുന്നത്. എരിഹോവ് മാറിപ്പോകുന്നു, ആ അന്തരീക്ഷമൊക്കെ മാറിപ്പോകുന്നു. അവനോട് അങ്ങനെ പ്രതികരിക്കുന്നത്. ആമേൻ. ഇവനും യേശുവും തമ്മിൽ, അല്ലെങ്കിൽ ഇവനും ഇസ്രയേലിൻ്റെ ഇപ്പോഴത്തെ രാജാവ് ഈ യേശുവും തമ്മിൽ അടുത്ത് വരാതിരിക്കാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട്. പക്ഷേ അന്ധനാണെങ്കിൽ ഈ തടസ്സങ്ങളൊന്നും ഇവനൊരു പ്രതിസന്ധിയല്ല. ഇവന് കേട്ടത്, ഇവൻ പറഞ്ഞത്, ഇവൻ അനുഭവിക്കുന്ന രീതിയിലേക്ക് അടുത്തടുത്ത് വരികയാണ്. ഹല്ലേലൂയ. ഓർമ്മപ്പെടുത്തുന്നില്ല ഒന്നും. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ ഒരു തടസ്സവും ഒരു വിഷയമാകാൻ പാടില്ല. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ് ഈ ഒരു ഭാഗം തുറക്കാതെ മുന്നോട്ട് പോയാൽ ശരിയാകത്തില്ല. ആരാധനയ്ക്ക് തടസ്സങ്ങൾ പാടില്ല. ഒന്ന് ആമേൻ പറയാമോ? ആരാധനയ്ക്ക് ഇന്നതെന്ന് ഞാൻ പറയത്തില്ല. ആരാധനയ്ക്ക് ഇവിടുത്തെ കാര്യം മാത്രമല്ല, സഭയിൽ വന്ന് ആരാധിക്കുന്നതിന് മാത്രമല്ല, വീട്ടിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ആരാധിക്കാൻ പറ്റണം, ജോലിയിലിരുന്ന് ആരാധിക്കാൻ പറ്റണം. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ
പഴയ നിയമ പുസ്തകങ്ങൾക്കകത്ത് കാണുന്നത് തീക്കകത്തിരുന്ന് ആരാധിച്ചവരെ കാണാം. പുതിയ നിയമത്തിൽ കാണാം കാരാഗൃഹത്തിനകത്തിരുന്ന് ആരാധിച്ചവരെ കാണാം. ആമേൻ. പത്മോസിനകത്ത് മരണം മാത്രമേ പ്രതീക്ഷിക്കാനുള്ള സാഹചര്യത്തിൽ ഇരുന്ന യോഹന്നാൻ ആത്മവിവശതയിലായെന്ന് കാണാൻ പറ്റുന്നു. അപ്പം ആരാധന ഹോളിലല്ല നടക്കേണ്ടത്, ആരാധന ആത്മാവിലാണ് നടത്തപ്പെടേണ്ടത്. ഹല്ലേലൂയ. അതൊരു വെളിപ്പാടാണ്. ആരാധന ഒരു വെളിപ്പാടായി തീർന്നാൽ ഹല്ലേലൂയ, രാവും പകലും ജീവിതത്തിൻ്റെ നല്ല സമയങ്ങൾ മുഴുവൻ കർത്താവിനെ ആരാധിക്കാനുള്ള സമയമാകണം. ആമേൻ. ഹല്ലേലൂയ. 40 വർഷം ആരാധന ആലയത്തിന് പുറത്ത് നിന്നൊരു മനുഷ്യനുണ്ട്. എപ്പോഴാണ് വിടുതൽ കിട്ടിയത്? അന്നേരം മുതൽ പുള്ളിയുടെ ആരാധന തുടങ്ങി. ആരാധന ഹോളല്ല, ആരാധന ദേവാലയത്തിൻ്റെ അകമല്ല ആരാധന സ്ഥലം. ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. ആരാധന സ്ഥലം നിങ്ങളുടെ ശരീരമാണ്. അതുകൊണ്ട് എവിടെയായിരുന്നാലും ജീവിത സാഹചര്യങ്ങൾ നിമിത്തം പലപ്പോഴും നമുക്കിങ്ങനെയുള്ള സൗകര്യങ്ങൾക്കകത്തേക്ക് കിട്ടാതെ വരുമ്പോൾ ആരാധന നിന്നു പോകരുത്, ആരാധിക്കുന്നവരായിരിക്കണം. എനിക്കറിയാം. ആമേൻ. ഹല്ലേലൂയ. ഒത്തിരി സുഹൃത്തുക്കളുണ്ട് ആരാധന. അഫ്ഗാനിസ്ഥാനിലൊക്കെ സുഹൃത്തുക്കളുണ്ട്. ഹല്ലേലൂയ. നേപ്പാളിൽ ഇപ്പോൾ സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അവർക്ക് പലർക്കും ആരാധിക്കാനുള്ള സൗകര്യം. എന്തു പറയാൻ, നമ്മുടെ നോയിഡയിൽ ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിൽ എല്ലാ ആഴ്ചയിലും ഞാനൊരു സന്ദേശം അവർക്ക് കൊടുക്കാറുണ്ട്. എല്ലാ ആഴ്ചയിലും. ഹല്ലേലൂയ. ഈ കൊറോണ കഴിഞ്ഞ സമയം ഹല്ലേലൂയ ഈ പ്രശ്നങ്ങൾ കൂടി നിന്ന അവർക്ക് വീണ്ടും ഏകദേശം 139 ഫാമിലിയുള്ള ചർച്ച. ഇതുവരെ ഒറ്റ ആരാധന അവരുടെ ഹോളിനകത്ത് നടത്താൻ പറ്റിയിട്ടില്ല. 139. എനിക്ക് അവരുടെ ചർച്ചിലുള്ള ഏറെക്കുറെ മിക്കവരെ അറിയാം. ഹല്ലേലൂയ. പേഴ്സണലായിട്ട് അവരോട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. നല്ല ജോലിക്കാരൊക്കെയാണ് പലരും. പക്ഷേ അവർക്ക് ആരാധിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവരുടെ ആലയം ഒരുക്കപ്പെട്ടിട്ടില്ല. ആമേൻ. ഹല്ലേലൂയ. പക്ഷേ ഞാൻ ഇന്ന് പറയുന്നു, ഇങ്ങനെ ഒരു സൗകര്യം നമുക്ക് ലഭിക്കുമ്പോൾ, അത് നിങ്ങളുടെ വീടാകട്ടെ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളാകട്ടെ, ആരാധനയ്ക്ക് മടിയുണ്ടാകരുത്. എന്താണ് ഇങ്ങനെ പറയിപ്പിക്കുന്ന അറിയത്തില്ല. ഞാൻ ആത്മാവിൽ പറയുന്നു, അതിന് മടി കാണിക്കാതിരുന്നാൽ ദൈവം നിന്നെ ഉപയോഗിച്ചിരിക്കും. ഒരു മനുഷ്യൻ ഇതിനൊരു കൺക്ലൂഷൻ ഇട്ടിട്ട് വചനത്തിനകത്തേക്ക് വരികയാണ്. പ്രവാസത്തിലാണ്. ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷകൾ പലതും ഇല്ല. പക്ഷേ ഹല്ലേലൂയ, യെരൂശലേമിലെ കിളിവാതിലുകൾ തുറന്ന് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഹല്ലേലൂയ ജീവിതത്തെ ക്രമീകരിക്കാനും ഒരു മനുഷ്യൻ തയ്യാറായപ്പോൾ കൃത്യമായി ദൈവം അവനെ ഉയർത്തിക്കൊണ്ടുവരുവാനിടയായി തീർന്നു. കമോൺ. പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ ആരാധിച്ചവൻ പരാജയപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ കർത്താവ് ആഹ്വാനം ചെയ്യുന്നത്, കർത്താവ് നിർബന്ധിക്കുന്നത്, അത് മിസ്രൈമിൽ നിന്നാണെങ്കിലും പുറത്ത് വന്നാൽ ആരാധിക്കാൻ ആണ്. ആമേൻ. സന്തോഷത്തോടെ കരമടിച്ചൊരു സ്തോത്രം ചെയ്താട്ടെ. സമയം ഓടുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ആത്മാവിൽ ക്രമീകരിക്കട്ടെ. ഹല്ലേലൂയ. ഈ മനുഷ്യൻ പറയാണ്, ദാവീദ് പുത്ര, എന്നോട് യേശു ചോദിക്കുകയാണ്, ഞാൻ എന്താണ് നിനക്ക്. ആ വാക്യം ഒന്ന് വായിക്കാൻ വേണ്ടി, ആ പർട്ടിക്കുലർ വാക്ക്, ഈ 40-ാം വാക്യം. യേശു നിന്ന് അവനെ തന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുക്ക വന്നപ്പോൾ, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. റിങ്കു വന്ന് എന്നോട് ചോദിക്കുവാണ്, എന്നോട് ചോദിക്കും, പാസ്റ്ററെ എനിക്കൊരു കാര്യം വേണം. ഞാൻ പറയും എന്ത് ചോദിച്ചോ എന്ന് പറഞ്ഞാൽ തീർന്ന്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? പ്രത്യേകിച്ച് റിങ്കുവിന് എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയും വീട് വേണം, പഠിപ്പിച്ചു തരാം, വചനം വേണം, ഇങ്ങനെയൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ, എന്നെ കൊണ്ട് പറ്റുന്നത്. പക്ഷെ ഈ വാഗ്ദാനത്തിൻ്റെ പിന്നിലെ കാരണം എന്താണ്? ഹല്ലേലൂയ. ഈ വാഗ്ദാനത്തിൻ്റെ പിന്നിലെ കാരണമാണ് നിന്റെ ലൈഫിനകത്ത് എന്താവശ്യപ്പെട്ടാലും അത് ചെയ്തു തരാൻ പറ്റുന്നവനാണ് ഞാൻ. ഞാൻ ഈ വാക്കിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഹല്ലേലൂയ. ആ പടിവീതിയിലൂടെ നടക്കുന്ന സാധാരണക്കാരനെന്ന് ആ സമൂഹം ചിന്തിക്കുന്ന യേശുവായിട്ടല്ല ഈ മനുഷ്യൻ യേശുവിനെ സംബോധന ചെയ്തത്. അവൻ്റെ വെളിപ്പാട്, ഹീ ഈസ് ദ കിങ് ഓഫ് ഇസ്രായേൽ. അവൻ യഹൂദൻ, അവൻ ഇസ്രായേലിൻ്റെ രാജാവാണെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. ആ രാജാവായിരുന്ന ദാവീദിൻ്റെ സന്തതിയാണവൻ. അതുകൊണ്ട് എനിക്കൊരു സഹായം ചെയ്യാൻ കഴിയാവുന്നവനാ. ഹല്ലേലൂയ.
അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവനെന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ, അവനെന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, യേശു അതിശയവാനാണേ, യേശു എന്തും ചെയ്തിടുമേ. ഹല്ലേലൂയ. പാട്ടുകാരൊക്കെ ഇരുന്നിട്ടും പാടുന്നില്ല എൻ്റെ കൂടെ. ഞാൻ പിന്നെ പാടുപെടുന്നത് കൊണ്ട് ഞങ്ങൾ നിർത്തുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്കറിയാം യേശു എന്തും ചെയ്യാൻ മതിയാത്തവനാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കിടക്കുന്ന ഒരു ശക്തമായ വാക്കാണ് ഐ ആം ദാറ്റ് ഐ ആം. ഹല്ലേലൂയ. എലി അഷേർ എഹി എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഹല്ലേലൂയ, ഞാൻ ആകുന്നവനാണ്. ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ആകാൻ തയ്യാറായി വന്നവനാണ് ഞാൻ. പ്രതികരിക്കരുത്, ഞാനിവിടെ ഇട്ടേച്ച് പോകും കേട്ടോ. ഹല്ലേലൂയ, എന്തും ചെയ്യാൻ പറ്റുന്നവനാ, എന്തും ചെയ്യാൻ പറ്റുന്നവൻ. ഒന്ന് പറഞ്ഞാൽ എൻ്റെ യേശു എന്തും ചെയ്യാൻ പറ്റുന്നു. പകുതി പേര് മെസ്സേജിനകത്തില്ല. എൻ്റെ യേശു എന്തും ചെയ്യാൻ പറ്റുന്നവനാണ്. ഒന്ന് പറഞ്ഞേ, ജിൻസെ പറഞ്ഞ എടാ പിള്ളേരെല്ലാവരും പറഞ്ഞു ഈ വാക്കിനൊക്കെ ഭയങ്കര പ്രസക്തിയുണ്ട്. നമ്മൾ ചില വാക്കൊക്കെ പറയണ്ട. ആ എരിഹോവിൻ്റെ ആ സൈഡിൽ നിന്നുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞ ഒറ്റ വാക്കാ ലൈഫ് തിരിയുന്നത്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏതോ ഒരു സമയങ്ങളിൽ നിങ്ങൾ പറയുന്ന വാക്കിന് എന്തുമാത്രം പ്രാധാന്യതയുണ്ടെന്നറിയാമോ? പറയുന്നത് ലൈഫിനെ തിരിച്ചു കളയും. പറ ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ച മുതൽ പറയുന്ന വെറുതെ സമയങ്ങൾ കളയരുത്. കർത്താവ് പറയുന്ന വാക്കുകൾ വീണ്ടും ഉച്ചത്തിൽ നമ്മുടെ അന്തരീക്ഷങ്ങളോട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സാഹചര്യങ്ങളൊക്കെ അങ്ങ് തിരിയും. ഹല്ലേലൂയ. ഇവൻ്റെ സാഹചര്യം പോലും എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ അറിഞ്ഞ വെളിപ്പാട് പറയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നീ ദാവീദിൻ്റെ പുത്രനാണെന്ന് ഞാൻ അറിയുന്നു. യേശു അവനോട് ചോദിക്കുകയാണ്, ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത്? ആ വാക്കൊന്ന് വായിച്ചേ, കൃത്യം എൻ്റെ വായിലേക്ക് വരുന്നില്ല. അവനടക്കം വന്നപ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ഈ വാക്ക് കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നു എന്ന് മനസ്സിലാക്കി തരണം. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? പോയി പലരും അതിനോട് പ്രതികരിക്കുന്നില്ല. എന്ത് ചെയ്യാൻ കഴിയുന്നവനാണ് യേശു. ഞാൻ അതുകൊണ്ടാണ് എന്നെ തട്ടിച്ചു നോക്കിയത്. എനിക്ക് പരിമിതികളുടെ ഒത്തിരി കണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നിലവാരത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എൻ്റെ പരിമിതിയിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ യേശു അങ്ങനെയല്ല. ഹല്ലേലൂയ, അവനാണ് നിങ്ങളുടെ ദൈവം. ഹല്ലേലൂയ, അവൻ എന്തും ചെയ്യാൻ കഴിയാവുന്നവനാണ്. അവൻ എന്തും ചെയ്യുകയും ചെയ്യും. ഹല്ലേലൂയ, എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ്. അന്നുകൂടി പറഞ്ഞാൽ ഹല്ലേലൂയ, അവൻ്റെ ആ യേശുവിൻ്റെ രക്തത്തിൻ്റെ അവസാനത്തുള്ളി രക്തവും നമുക്ക് നൽകി തരാൻ തയ്യാറായി നിൽക്കുന്ന ഹല്ലേലൂയ യേശുവിനോടാണ് ഈ മനുഷ്യൻ ചോദിക്കുന്നത്. ഹല്ലേലൂയ, എന്നോട് കരുണ തോന്നണമേ. ഇത് തുറക്കാൻ നിങ്ങൾ പലരും സമ്മതിക്കുന്നില്ല. ഹല്ലേലൂയ, ഇത് വിശ്വാസത്തോടെ ഉള്ളത്തിൽ തട്ടുക, ഉള്ളത്തിൽ അതിനെ സ്വീകരിക്കുക. യേശു എന്തും ചെയ്യും. 2-3 തവണ എന്ന് പറഞ്ഞു യേശു എന്തും ചെയ്യും. യേശു എന്തും ചെയ്യും. യേശു നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. യേശു നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി എന്തും ചെയ്യും. യേശു നിങ്ങളുടെ ഹല്ലേലൂയ ജോലിയിൽ എന്തും ചെയ്യും. സ്വീകരിക്കുക. യേശു നിൻ്റെ ഫാമിലിക്ക് വേണ്ടി എന്തും ചെയ്യും. യേശു നീ എന്ന വ്യക്തി ഇമ്പോർട്ടൻ്റാ, നിനക്ക് വേണ്ടി എന്തും ചെയ്യും. യേശു നിനക്ക് വേണ്ടി എന്തും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജ്യത്തിൻ്റെ നിയമങ്ങൾ നിനക്ക് വേണ്ടി ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുത്തപ്പെടാത്ത നിയമങ്ങൾ നിനക്ക് വേണ്ടി തിരുത്തപ്പെട്ടിരിക്കും. ഇല്ലാത്ത സാധ്യതകളെ ദൈവം ഉളവാക്കിയിരിക്കും. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ എനിക്കറിയാം ഹല്ലേലൂയ, ഇന്ന് നടപ്പിലാകാൻ ചാൻസ് ഇല്ലാത്തതിനെ ചാൻസ് ഉള്ളതാക്കി തിരിക്കാൻ ഹല്ലേലൂയ. ബോവസ് ഒരിക്കൽ രൂത്തിനോട് സംസാരിക്കുന്ന ഒരുവാണ്. ഞാൻ അറിയുന്നു നിന്റെ അമ്മായിയമ്മയെ
നിന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം നീ അവളെ മാന്യതയോടെ കരുതിയത് ഞാൻ അറിയുന്നു. അതുകൊണ്ട് നീ പെറുക്കാൻ വന്നത് വയലിലല്ലെന്നും, ഹല്ലേലൂയ, നീ പെറുക്കാൻ വന്നത് പുറത്താണ്, വയലിന് പുറത്താണെന്നും എനിക്കറിയാം. പക്ഷേ നീ അവിടെ അല്ല പെറുക്കേണ്ടത്, നിനക്ക് വേണ്ടി വയൽ ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. വയലിലെ കതിര് പെറുക്കാൻ ദൈവം ചിലരെ നിയോഗിക്കാൻ. ദൂത് മനസ്സിലാകുന്നവർ നന്നായി ആത്മാവിശ്വാസം ചെയ്യണം. ഹല്ലേലൂയ. വയലിൽ ആരെയും കതിര് പറുക്കാൻ, ഹല്ലേലൂയ, കൊയ്യാനുള്ളവരെ മാത്രമേ നിർത്തുള്ളൂ. പക്ഷേ ഒരു വേള, ഹല്ലേലൂയ, പെറുക്കാൻ നിർത്തുമ്പോൾ ദൈവത്തിന് പറയാനുണ്ട്, ഇപ്പം അവൾ പെറുക്കാണ്, പക്ഷേ അവളുടെയും കൂടെ പേരിലേക്ക് ആ വയൽ മാറുന്ന ഒരു നിലവാരത്തെ ഞാൻ കൊണ്ടുവന്നിട്ടാ ഈ ബന്ധത്തിനകത്തേക്ക് ദൈവം കയറ്റിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആത്മീയ അന്തരീക്ഷം ഉണ്ടാകട്ടെ ഇതിനകത്ത്. ഇല്ലാത്ത സാഹചര്യങ്ങൾ ദൈവം ഉളവാക്കാൻ പോവുകയാണ്. അമ്മായിയമ്മ പറഞ്ഞ് അവസാനിപ്പിച്ചൊരു വാക്കുണ്ട്, കുഞ്ഞെ, നീ എൻ്റെ കൂടെ വന്നാൽ ഒരു പ്രതീക്ഷയും നിനക്കില്ല, ഒരു പ്രതീക്ഷയില്ല. ഒരു പ്രതീക്ഷയില്ലാത്തടത്ത് അവൾ ആ അമ്മായിയമ്മയെ സഹായിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം പറയാണ്, പ്രതീക്ഷയില്ല കുടുംബത്തിനകത്ത്, പക്ഷേ നീ നടന്നു കയറുന്ന അപ്പത്തിൻ്റെ ഭവനം പ്രതീക്ഷകളുടെ ഭവനമാണ്. പിന്മാറ്റത്തിലെ ആ കുടുംബം പ്രതീക്ഷകൾ അസ്തമിച്ച കുടുംബമാണെങ്കിലും ആ കുടുംബത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അപ്പത്തിൻ്റെ ഭവനമായ ബേഥലഹേമിലേക്ക് നീ കൈപൊട്ടിക്കുമ്പോൾ അവിടെ നിന്നെ പ്രതീക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു ദൈവ ജനമുണ്ട്. എന്നോട് പറയുന്നു, പ്രതീക്ഷയാറ്റുപോയ ചിലതിന്, മരിച്ചു മൺമറഞ്ഞു പോയ ചില പ്രതീക്ഷകളുടെ നാമ്പുകൾ ദൈവത്തിൻ്റെ ആത്മാവിൽ കത്തിക്കാൻ പോവുക. മഹ്ലോനാണ് രൂത്തിന്റെ ഭർത്താവ്. മഹ്ലോൻ എന്ന വ്യക്തി മരിച്ചുപോയി. രൂത്തിനോട് നവോമിക്ക് പറയാനുള്ള ഒരു വാക്ക്, മോളെ, നീ നിന്റെ സഹോദരിയായ ഓർപ്പ് മടങ്ങിപ്പോയതുപോലെ മടങ്ങിപ്പോക്കൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കിനി ഒരു വിവാഹത്തിൻ്റെ പ്രായം കഴിഞ്ഞു. ഇല്ല, അങ്ങനെ ഒരു പ്രായം ഉണ്ടായി, എനിക്കങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി. ഞാൻ ഇന്ന് ഈ നിമിഷം ഒരു വിവാഹത്തിന് തയ്യാറായി, എനിക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ്, ഹല്ലേലൂയ, പ്രായമാകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ നിനക്ക് പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് അടിക്കുറിപ്പ് പോലെ പറഞ്ഞ് മടക്കി അയക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ കൈപിടിക്കുന്നത്, നിന്റെ ദേശം എൻ്റെ ദേശവും നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞു തുടങ്ങുന്നിടത്ത്, ചാർച്ചക്കാരന് അസ്തമിക്കുന്നിടത്ത് പോലും ദൈവം ഒരുക്കുന്നവൻ എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു വീണ്ടെടുപ്പിന്റെ ദൂതാകട്ടോ. ചിലരൊന്നും വചനമായിട്ട് ഇപ്പോഴും കണക്റ്റഡ് ആയിട്ടില്ല, പക്ഷെ കർത്താവിനോട് പറയുന്നു, ഹല്ലേലൂയ, ഒരു വീണ്ടെടുപ്പിന്റെ ദൂതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ധനികനായ ബോവസ്, ഹല്ലേലൂയ, ഒരു ചെരുപ്പ് എടുത്തുകൊണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ നവോമിയുടെ ചാർച്ചക്കാരൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറയാ, നിനക്ക് അവളെ വീണ്ടെടുക്കാൻ പറ്റുമെങ്കിൽ വീണ്ടെടുക്കുക, ഇല്ല എങ്കിൽ നിന്റെ ചെരുപ്പ് എനിക്ക് അഴിച്ചു തരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. തയ്യാറായ ചിലത് എഴുന്നേറ്റ് വന്നതുപോലെ ദൈവം ചിലതിനെ ആത്മാവിൽ എഴുന്നേൽപ്പിക്കട്ടെ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, സാഹചര്യം അനുവദനീയമല്ലാത്തടുത്ത് ദൈവം ചിലതിനെ സാഹചര്യത്തിൻ്റെ അനുകൂലതയിലേക്ക്, നിയമമില്ലാത്തടുത്ത്, കമോൺ, ഞാൻ ആ ദൂതനെ വെറുതെ കളയുന്നില്ല, നിയമം ഇല്ലാത്തടുത്ത് നിങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ ദൈവം ഒരുക്കും. Because we are living in the kingdom of God. ഈ ലോകം നമുക്ക് നിയമങ്ങൾ കൊണ്ട് അനുകൂലത തന്നില്ലെങ്കിലും പ്രയാസപ്പെടേണ്ട. നീ ജീവിക്കുന്നത് ഈ ലോക നിയമങ്ങളുടെ നിലവാരത്തിനകത്തല്ല. നിനക്ക് തന്നെ നൽകപ്പെട്ട ഒരു നിയമമുണ്ട്, അത് ദൈവരാജ്യത്തിൻ്റെ നിയമമാണ്. ഈ രാജ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. ഭൂമിയിലെ സാമ്രാജ്യങ്ങൾ ഈ രാജ്യത്തിന് മുമ്പിൽ ജയിച്ചിട്ടില്ല. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ ക്രിയേറ്റഡായ ദൈവരാജ്യം ആ സമൂഹത്തിന്റെ സാമ്രാജ്യത്തെ തള്ളി മാറ്റിയിട്ടേ ഉള്ളൂ.
പറഞ്ഞ് അവസാനിപ്പിക്കാൻ എനിക്ക് സമയം പോരാ. ഞാൻ പറയട്ടെ, അവൻ്റെ ചോദ്യത്തിന് ഒറ്റ മറുപടി, ഹല്ലേലൂയ, എനിക്ക് കാഴ്ച പ്രാപിക്കണം, എനിക്ക് കാഴ്ച പ്രാപിക്കണം. എത്ര പേർക്ക് ഇന്ന് രാവിലെ ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ, ആ കുരുടനായ വ്യക്തി അകത്ത് കിട്ടിയ വെളിപ്പാടിൽ യേശുവിലൂടെ കാഴ്ച പ്രാപിക്കാൻ തയ്യാറാകുന്നത് പോലെ അണ്ടർസ്റ്റാൻഡിങ്, ദ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്, ക്രിസ്തുവിനെ കുറിച്ച് കിട്ടുന്ന ആത്മക്കണ്ണുകൾ തുറക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വിശ്വസിച്ച് പറഞ്ഞു, ദൈവം നിന്റെ നിലവാരത്തെ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഇതൊരു മിറക്കിളാണ്. യേശു എരിഹോവിൽ ചെയ്ത ഒരു മിറക്കിളാണ്. നമ്മൾ ഒരു മിറക്കിളിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, മുണ്ടക്കയത്ത് മിറക്കിളുകൾ സംഭവിക്കും, പ്രഖ്യാപിക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു തോന്നാം, നിന്റെ കൈ മിറക്കിൾ ചെയ്യും. നോക്കി പറ, ഈ കൈ കൊണ്ട് മിറക്കിൾ ചെയ്യും. എനിക്ക് നല്ലപോലെ അറിയാം, എൻ്റെ കൈ മിറക്കിൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. എൻ്റെ കൈ വെക്കുന്നിടത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും. ബിക്കോസ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാനും ആ ദൈവപുത്രൻ്റെ ആത്മാവിന് നിയന്ത്രിക്കപ്പെടുന്നവനാണ്. ഹല്ലേലൂയ. ഈ ആഴ്ച ഞാൻ നിർബന്ധിക്കുന്നു, ഒരു രോഗിയെ കണ്ടാൽ സംശയിക്കരുത്, പ്രാർത്ഥിക്കുക. നിന്റെ ജീവിത വിശുദ്ധി ഒന്ന് നോക്ക്. ഏറിപ്പോയി ഞാനെങ്കിലും ഞാൻ പറയുന്നു, അതൊക്കെ രണ്ടാമതാണ്. കാരണം നിനക്കൊരു ദൈവം ഉണ്ടെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഹല്ലേലൂയ, നിനക്കൊരു ദൈവമുണ്ട്. ആ ദൈവത്താൽ നിനക്ക് ചിലത് ചെയ്യാൻ പറ്റുമെന്ന്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ മനുഷ്യൻ ചോദിച്ചെടുത്ത് അവൻ്റെ സൗഖ്യം കരുണയോടെ ഇറങ്ങി വന്നതുപോലെ നിങ്ങളും ആ പ്രകൃതി, നിങ്ങളുടെ പ്രതിനിധിയായി നിങ്ങളായിരിക്കുന്ന പ്രകൃതിക്കകത്ത് കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. സമയം പോരാ, എൻ്റെ വാക്കിനെ ഞാൻ നിർത്തുക. ഇന്ന് പകൽ വിശ്വാസത്തോടെ വിളിച്ചു പറ, ഹല്ലേലൂയ, എനിക്കൊരു വെളിപ്പാടുണ്ട്. എൻ്റെ ദൈവത്തെക്കുറിച്ച് എനിക്കൊരു വെളിപ്പാട് വേണം. എൻ്റെ ആരാധന ഒരു വെളിപ്പാടാണ്. ഹല്ലേലൂയ. അവൻ ദാവീദിൻ്റെ സന്തതിയാണ്. ഞാൻ എൻ്റെ മെസ്സേജ് തുടങ്ങിയില്ല, പക്ഷേ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അവൻ ദാവീദിൻ്റെ സന്തതിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വാസത്തോടെ പറഞ്ഞു, എന്താണ് അതിൻ്റെ പിന്നിലെ വെളിപ്പാട്? അവൻ രാജാവായിട്ടാണ് ഇനി വരുന്നെന്നുള്ളതാണ്. ഹല്ലേലൂയ. അവൻ ആ കാലഘട്ടത്തിലും രാജാവാണ്. ബാക്കി അവൻ യഹൂദന്മാരുടെ രാജാവായിരുന്നു. ഹി ഈസ് ദ ലയൺ ഓഫ് ജൂദ. ഹല്ലേലൂയ. അവൻ ഗർജിക്കുന്ന സിംഹമായിട്ട് പ്രകൃതിയുടെ മേൽ, ഈ സമൂഹത്തിൻ്റെ മേൽ പ്രകടമായി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞു പോയ ആഴ്ചകളിൽ പറഞ്ഞിട്ടൊരു ദൂതുണ്ട്. ഹല്ലേലൂയ. കുഞ്ഞാടായിട്ട് ഈ സമൂഹം യേശുക്രിസ്തുവിനെ കണ്ടു, മനസ്സിലാക്കി. ഹല്ലേലൂയ. പക്ഷേ അവൻ ഹല്ലേലൂയ യഹൂദന്മാരുടെ രാജാവെന്ന ഹല്ലേലൂയ ആ ലയൺ ഓഫ് ജൂദയെ ഇന്ന് വരെ ശരിയായ രീതി കാണാത്ത രീതിയിൽ നിൽക്കുന്നുവെങ്കിൽ ഈ രണ്ട് ക്യാരക്ടറും സഭയിലൂടെ വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഈ മുണ്ടക്കയത്ത് ഒരു സിംഹം ഗർജിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. മുണ്ടക്കയത്ത് ഒരു സിംഹത്തിൻ്റെ ഗർജന ശബ്ദം ഞാൻ ആത്മാവിൽ വചന വെളിപ്പാട് കേൾക്കുന്നത് ഞാൻ വിളിച്ചു പറയുന്നു. അവൻ ഗർജിച്ചാൽ ബാക്കിയെല്ലാം പത്തി അടക്കും. ബാക്കി എല്ലാത്തിൻ്റെ പത്തി മടങ്ങും. ബാക്കി എല്ലാത്തിൻ്റെയും ഹല്ലേലൂയ ചിന്തകൾ പൊട്ടിപ്പോകും. ബാക്കി എല്ലാ പാരമ്പര്യങ്ങളും പൊളിയും. യേശുവിൻ്റെ നാമത്തിൽ കരങ്ങൾ ചില നിമിഷങ്ങൾ അടിച്ച് സന്തോഷത്തോടെ ഈ ദൂതിനെ സ്വീകരിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാനോടൊപ്പം ആ ലയൺ ഓഫ് ജൂദ, ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചാട്. ആ സിംഹത്തിൻ്റെ ഗർജനം ഈ ഗ്രാമപ്രദേശങ്ങൾക്കകത്തുണ്ടാകും. യെരൂശലേമിൻ്റെ വഴിയിലൂടെ നടന്നു വരുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത മനുഷ്യൻ അതിനെ പ്രാപിക്കാൻ കഴിഞ്ഞെങ്കിൽ തിരിച്ചറിയുക, മറ്റുള്ളവർക്ക് പ്രാപിക്കാൻ പറ്റിയോ പ്രാപിക്കാൻ പറ്റിയില്ലയോ, മറ്റുള്ള സഭകൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയോ ഇല്ലയോ, ഇന്ന് വരെ ആർക്കെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ, ഇതൊക്കെ സെക്കൻഡറിയാണ്. നിൻ്റെ വെളിപ്പാടാണ് നിൻ്റെ അവസ്ഥയെ മാറ്റുന്നത്. നിൻ്റെ വെളിപ്പാട്. ഹല്ലേലൂയ. ഈ ഹാളിനകത്തിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, തൊട്ടടുത്തിരിക്കുന്നവന് ആത്മാവിൽ വെളിപ്പാടുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. നിൻ്റെ ഉള്ളിൽ ഈ വെളിപ്പാടുണ്ടോ എന്നാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഇറങ്ങി വന്നവൻ മറിയുടെയും യോസഫിൻ്റെയും മകനായി പുറത്തു വന്നവനല്ലെന്ന്. ഹല്ലേലൂയ. യുഗങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നവൻ, ഹീ ഈസ് ദ കിങ് ഓഫ് ഇസ്രായേൽ. അവൻ ഇസ്രായേലിൻ്റെ രാജാവായി വന്ന
പാടുന്നവനാണ്. ഹല്ലേലൂയ. അവൻ രാജാതി രാജാവാണ്. എല്ലാ നാവും കർത്താതി കർത്താവും രാജാതി രാജാവെന്നും യേശുവിനെ നോക്കി പാടുന്ന നിമിഷങ്ങൾ മുമ്പിലുള്ളത് കൊണ്ട് അവൻ്റെ ആത്മാവിനെ തിരിച്ചറിവുള്ള ദൈവമക്കൾ ഇന്നേ അത് പറയട്ടെ. ഹല്ലേലൂയ. അവൻ്റെ രാജ്യത്വം അംഗീകരിക്കപ്പെടാൻ പോകുക. എല്ലാ ഹൃദയങ്ങൾക്കകത്തും അംഗീകാരമുണ്ടാകാൻ പോകുക. നല്ല പിതാവേ, വചനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ ദൂതിൻ്റെ നിവൃത്തി ഈ ജനത്തിൻ്റെ മേൽ സംഭവിക്കപ്പെടട്ടെ. ഇത്